ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമ്മൾ യാദൃശ്യമായി ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മൾ ഓരോരുത്തരും വെളിച്ചത്തിന്റെ മക്കളാണ്. ആമേൻ. വി ആർ സൺസ് ഓഫ് ദ ഡേ. ആമേൻ. ദിവസത്തിന്റെ മക്കളും വെളിച്ചത്തിന്റെ മക്കളുമാണ്. അപ്പം നമ്മൾ വെറും ഒരാളല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിൽ നമ്മൾ തികഞ്ഞവരാണ്. ആമേൻ. യേശുവിൽ പൂർണ്ണരാണ്. നമ്മുടെ മനസ്സ് പൂർണ്ണമായെന്നല്ല പറയുന്നത്, ശരീരം പൂർണ്ണമായെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ശരിയായ മനുഷ്യൻ, നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. ആമേൻ. പഴയതെല്ലാം കഴിഞ്ഞുപോയി, അവനിൽ നമ്മളുള്ളതിലെല്ലാം പുതിയതായിരിക്കുന്നു. ആ മനുഷ്യൻ യേശുവിനെ പോലെയാണ്. As he is, so are we in this world. അവൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? തേജസ്സിൽ ആമേൻ ഇരിക്കുന്നു. എവിടെ അവൻ ഇരിക്കുന്നു? അവന്റെ പൊസിഷൻ എവിടാണ്? അതേപോലെയാണ് നമ്മൾ ഈ ലോകത്ത്. ആമേൻ. ഹല്ലേലൂയ. സോ നമ്മളൊരു നിസ്സാരനല്ല. We are people who matter. ആമേൻ. ഹല്ലേലൂയ. സോ പ്രൈസ് ഗോഡ്. നമ്മൾ ഇങ്ങനെ അങ്ങ് പൊങ്ങി പോകാം. ആമേൻ. പക്ഷെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് പാസ്റ്റർ റോണി പറഞ്ഞതുപോലെ നമുക്ക് യോഹന്നാന്റെ 12-ാം അധ്യായത്തിൽ 24-ാം വാക്യം വായിക്കാം. വെരി ഇൻട്രസ്റ്റിംഗ് പ്രിൻസിപ്പിൾ. ആമേൻ. ഇത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ. ആമേൻ. എക്സെപ്റ്റ് മലയാളത്തിൽ വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലഞ്ഞു വീണ് ചാകുന്നില്ല എങ്കിൽ. ആമേൻ. നിലഞ്ഞു വീണ് ചാകുന്നില്ല, നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ആമേൻ. അപ്പൊ ഒരു വിശ്വാസിയായിട്ട് നമുക്ക് തന്നെ ഇരിക്കാം. You can stay alone. Verily, verily, I say unto you, except a corn of wheat fall into the ground and die, it abideth alone. തനിയെ ഇരിക്കുക. നമ്മൾ തന്നെ ഇരുന്നാൽ ആർക്കാ പ്രയോജനം? നമ്മൾ തന്നെ ഇരുന്നു, തന്നെ ജീവിച്ചു, മരിച്ചു. ആർക്ക് പ്രയോജനം ഉണ്ടായി? വിശ്വാസിയായ ഒരാള് നമുക്ക് പ്രയോജനം. എന്താ പ്രയോജനം? നീ സ്വർഗത്തിലെത്തി. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിപ്പോഴും ആകാമല്ലോ. ഇന്നും നമുക്ക് മരിക്കാം, ഇല്ലേ? ഏറ്റവും ബെസ്റ്റ് തനിയെ ഇരിക്കുന്നതിലും നല്ലത് ഇന്നങ്ങ് മരിക്കുന്നതാ. പ്രൈസ് ഗോഡ്. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്ര ബെസ്റ്റ് കാര്യങ്ങൾ സംഭവിച്ചാലും അത് സ്വർഗത്തിലോട്ട് കാല് വെക്കുന്നതിന് തുല്യമാകാൻ ഒക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ. പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ അവനെ അറിയുമ്പോൾ അവന്റെ ഉദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാകും. യേശു വളരെ 12-ാം വയസ്സിൽ അവന്റെ അപ്പനും അമ്മയോടും ചോദിച്ചു, ഷുഡന്റ് ഐ ബി ബോദറിങ് അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. 12-ാം വയസ്സിൽ അവന് എന്താ ഫാമിലി ബിസിനസ് എന്ന് മനസ്സിലായി. കുടുംബ കച്ചവടം എന്താന്ന് അവന് മനസ്സിലായ. അത് ഈ ലോകത്തെ രക്ഷിക്കുവാനും ഈ ലോകത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാനും ഈ കുടുംബത്തെ പൂർണ്ണമാക്കുവാനുമാണ് ലക്ഷ്യം. അവന് മനസ്സിലായി. ഇവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. തനിയെ ഇരിക്കും. അപ്പൊ നമ്മൾ ഒരു വിത്ത് നോക്കിയാൽ അത് ഷെൽഫിലിരുന്ന അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷെ അതെടുത്ത് മണ്ണിലിട്ട് കുഴിച്ചു കഴിയുമ്പോൾ അത്ഭുതം നടക്കും. അത്ഭുതമാണ് ഈ വിത്തും അതിന്റെ വിതയും എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. ഈ ലോകത്തെ മൊത്തം വിശപ്പടക്കുന്ന അത്ഭുതമാണ് ഇപ്പോഴും. ആമേൻ. ഹല്ലേലൂയ. ഒരു വിത്ത് തനിയെ ഇരുന്ന ഒരു വിത്ത് മാത്രം, പക്ഷെ അത് താഴെ പോയാൽ എത്ര ഫലം തരും, എത്ര വിത്തുകൾ തരും, ആർക്കും പറയാനൊക്കത്തില്ല. ശരിയല്ലേ? നമ്മൾ ഓരോരുത്തരും പോലെയുള്ള ഒരു വിത്താണ്. ശക്തിയുള്ളതും നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തെ തന്നെ വിശപ്പടക്കാൻ ഒക്കുന്നതായ ഒരു ശക്തിയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ. ആമേൻ. അതിന്റെ ഊർജം എന്ന് പറയുന്നത് സ്നേഹമാണ്. പാസ്റ്റർ രഞ്ജൻ രാവിലെ സംസാരിച്ചു, അഗാപ്പെ, സ്നേഹം, ദൈവസ്നേഹം. ആമേൻ. അപ്പൊ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കാണുന്ന പോലുള്ള പാട്ടുകളൊന്നുമല്ല, അങ്ങനൊന്നുമല്ല. ആമേൻ. നമുക്കുള്ള വികാരങ്ങളും അല്ല സ്നേഹം. സ്നേഹം എപ്പോഴും ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ എന്നിൽ നിന്നും മാറി
മറ്റൊരാളെ നോക്കും. അതാ ശരിയായ സ്നേഹം. ഞാൻ പേർപ്പസ്, ദൈവം നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇവനെ അങ്ങ് സ്നേഹിക്കുക, ഞാൻ ഇവനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആർക്കും അവനെ പിന്തിരിക്കാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മകനെ കൊടുക്കണോ? ഞാൻ കൊടുക്കും. എത്ര വില കൊടുക്കണം? അത് ഞാൻ കൊടുക്കും. പക്ഷെ അവനെ ഞാൻ സ്നേഹിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ആമേൻ. അപ്പൊ എത്ര ആൾക്കാർക്ക് മരിക്കാൻ തയ്യാറാണ്? ആമേൻ. എത്ര ആൾക്കാർക്ക് തന്നെത്താൻ വിതയ്ക്കാൻ തയ്യാറാണ്? ആമേൻ. വിതച്ചാൽ ഫലമുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. അപ്പം പലപ്പോഴും നമ്മൾ വിതയ്ക്കാത്തത് ഭയം കാരണമാണ്, ഇൻസെക്യൂരിറ്റി കാരണമാണ്, നമുക്കൊരു ഉറപ്പില്ലായ്മ കൊണ്ട്. ശരിക്കും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൊത്തമായി കൊടുക്കും. നമ്മൾ കാണാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ ഈ പിടിച്ചു വയ്ക്കുന്നത്, ഭയക്കുന്നത്. ആമേൻ. ഭയം എപ്പോഴും ദൈവത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകും, അല്ലെ അകന്നു പോകും, സെപ്പറേഷനാണ് ഭയം. പക്ഷെ നമ്മളൊരു ഉറപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ പറയാം, എടുത്തോ, ഇനി ചാടണോ? ഇനിയും ചാടാം, ഒന്നുകൂടെ കാല് വെക്കണം, ഒന്നുകൂടെ കാല് വെക്കാം, ബ്രിങ് ഇറ്റ് ഓൺ, ഒന്നുകൂടെ നമുക്ക് നിൽക്കാം. ആമേൻ. അപ്പൊ അതിന് നമുക്ക് അറിയണം, തെളിയണം മനസ്സിൽ വെളിച്ചം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. ഒരു വാക്യം വായിക്കാം. ആമേൻ. മാലക്കായ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഇനി മാലക്കായുള്ള പുസ്തകം ഓൾഡ് ടെസ്റ്റ്മെന്റ് കാനന്റെ ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് വാക്കുകളാണ് ഈ 4-ാം അധ്യായത്തിൽ. അത് കഴിയുമ്പോൾ 400 വർഷം നിശബ്ദതയാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഏഞ്ചൽ വന്ന് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ അനൗൺസ്മെന്റ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആ മാലക്കായ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം പറയുന്നു, ഒരാളെ പറ്റി പറയുന്നു. ആമേൻ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗാപശാന്തിയോട് കൂടെ ഉദിക്കും. For those who fear my name shall the Son of Righteousness rise with healing in his wings. Amen. അപ്പോ ഒരു സൂര്യനെ പറ്റി പറയുന്നു. SUN, സൂര്യൻ, SUN, Son of Righteousness. ഒരു സൂര്യൻ ഉദിക്കാൻ പോകുന്നു, നീതിയുടെ സൂര്യൻ ഉദിക്കാൻ പോകുന്നു. ആ സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ ചിറകിൽ എന്തുണ്ടായിരിക്കും? രോഗശാന്തി. ആമേൻ. അപ്പൊ നോക്കി, ഒരു സൂര്യന്റെ വിങ്സ് എന്ന് പറയുന്നത് എന്തുവാ? അതിന്റെ കിരണങ്ങളാ, അല്ലേ? റേസ്. അതിന്റെ അറ്റത്ത് എന്തുണ്ട്? സൗഖ്യമുണ്ട്, സൗഖ്യം. അപ്പൊ ഈ SUN, Son of Righteousness ആണ് SON of Righteousness. ആ ആളാണ് യേശു ക്രിസ്തു. And he is the healer. Amen, hallelujah. അപ്പൊ നോക്കിക്കേ, നമ്മളൊരു സൂര്യൻ, ഇന്ന് സൂര്യൻ ഉദിച്ചു, പക്ഷെ നമ്മൾ ആരും ആ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് മൊത്തമായി ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല, അല്ലേ? എന്തുകൊണ്ടാ? ഇതിങ്ങനെ മൂടിയിട്ടിരിക്കുന്നതുകൊണ്ട്. കവേഴ്സ് ഉണ്ട്, ഷെയ്ഡ്സ് ഉണ്ട്, റൂഫ് ഉണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് സൂര്യൻ ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്ന് പറയുന്ന പോലെ പലരുടെയും ജീവിതം മൂടി വെച്ചിരിക്കുക. പക്ഷെ സൂര്യൻ ഉദിച്ചു. 2000 വർഷം മുമ്പ് ആ സൂര്യൻ ഉദിച്ചു. ആമേൻ. കിരണങ്ങളുമായി ഇപ്പോഴും തിളങ്ങി നിൽക്കുക, ഒരു മങ്ങലുമില്ല. അത് ആത്മാവിൽ ഇപ്പോഴും. പക്ഷെ നമ്മൾ മനസ്സല്ല ഇങ്ങനെ കവർ ചെയ്ത് എന്നിട്ട് പറയാം, ഇരുട്ടാണല്ലോ, ഒരു പ്രകാശവും ഇല്ലല്ലോ എന്നൊക്കെ വയ്ക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൂര്യപ്രകാശം അകത്തോട്ട് വരണമെങ്കിൽ ഇച്ചിരി ഒന്ന് തുറന്നാൽ മതി. നമ്മൾ കുറച്ച് തുറന്നപ്പോ അത് അകത്തോട്ട് ഇടിച്ചു കയറി. അങ്ങനെ ഈ സൂര്യൻ ഒരു ഇടം നോക്കിയിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് അകത്തോട്ട് ഇവന്റെ ജീവിതത്തിലേക്ക് കയറാൻ ഒക്കുവോ? പക്ഷെ ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല. ഈ സൂര്യൻ വന്ന് ആരുടെയും വീട്ടിൽ വന്നിട്ട് ഈ കഥവ് തുറന്നെന്ന് പറയോ? ഇല്ല. നമ്മൾ കഥവ് തുറന്ന ഉള്ള ഉണ്ടാവും. നമ്മൾ മേൽക്കൂര എടുത്ത് മാറ്റിയ നമ്മൾ അതിന് ഡയറക്റ്റ് ആവും. എന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ വെളിച്ചം, മഹിമ ഉദിച്ചിരിക്കുന്നു.
2000 വർഷം മുമ്പേ ഉദിച്ചുവെങ്കിൽ ഇന്ന് ഈ 2025 ഉദിച്ച് തെളിങ്ങി ഇങ്ങനെ തിളങ്ങി നിൽക്കുക. ആമേൻ. ഒരു ദിവസം നമ്മൾ ഓരോരുത്തരും ഹൃദയം തുറന്ന് ആ പ്രകാശത്തെ ഉള്ളിലേക്ക് അയക്കി. ആ ദിവസം അത്ഭുതം സംഭവിച്ചു. ആമേൻ. നമ്മൾ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 5:24. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. പോകാൻ പോകുന്നില്ല, ഉണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് നിത്യജീവൻ ഉണ്ട്. യേശു ഉറപ്പായിട്ടും ഞാൻ പറയുക, എന്റെ വചനം കേട്ട്, നോക്കിക്കേ, വാക്കുകൾ, സ്വരം കേട്ട് എന്നിൽ വിശ്വസിക്കുക. അപ്പം വിശ്വസിക്കാൻ എന്ത് വേണം? വാക്ക് വേണം. വാക്കില്ലാതെ വിശ്വസിക്കാൻ ഒക്കത്തില്ല, വാക്കുകൾ വേണം. ആമേൻ. അപ്പൊ ഈ വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ്. നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാക്കുകളാണ്. വാക്കുകൾ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തിയുള്ളത് നിങ്ങളുടെ വാക്കുകളാണ്. നിങ്ങൾ എന്ത് പറയുന്നു, ആര് മുഖാന്തരമാണത് പറയുന്നത്, അതാണ് എല്ലാം മാറ്റുന്നത്. ഇൻഫ്ലുവൻസസ്. ആരോട് നമ്മൾ ഈൽഡ് ചെയ്യുന്നോ, we will take upon their character. നമ്മൾ ദൈവാത്മാവിനോട് ഈൽഡ് ചെയ്യുവാണെങ്കിൽ the fruits of the spirit will come. Amen. ആത്മാവിന്റെ ഫലങ്ങൾ വരും. വേറെ ആത്മാവിനോട് നമ്മൾ ഈൽഡ് ചെയ്താൽ അതിന്റെ സ്വഭാവം നമുക്ക് കാണിക്കാം. ആമേൻ. പക്ഷെങ്കിൽ പ്രൈസ് ഗോഡ്, നമുക്കിവിടെ വായിക്കും, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. നിത്യജീവനുണ്ട്. അവന് ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയ വേഴ്സാണ്. ഐ മീൻ, യേശു പറയുന്നു, നമ്മൾ ആ ഒരു ദിവസം നമ്മുടെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ആ കിരണങ്ങൾ, അല്ലെ ആ റേസ് നമ്മുടെ ഉള്ളിലേക്ക് അയച്ചപ്പോൾ എന്തു സംഭവിച്ചു? ഒരു അത്ഭുതം സംഭവിച്ചു. നമ്മൾ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് വന്നു. എന്ത് മരണത്തിൽ നിന്ന്? ആത്മീയ മരണത്തിൽ നിന്നും. പാപം മുഖാന്തരം മരണം ഈ ലോകത്തിലേക്ക് വന്നു. പക്ഷെ യേശു മുഖാന്തരം നമ്മൾ ഓരോരുത്തരും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വന്നു, നിത്യജീവനിലേക്ക്. ആമേൻ. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? നിത്യജീവനുണ്ട്. അപ്പൊ എന്നെനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ പോകത്തുള്ളൂ, ഒരുറപ്പാ. ആമേൻ. whatever happens, ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിലേ പോകത്തുള്ളൂ. എനിക്കൊരുറപ്പാ. അപ്പൊ എനിക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇച്ചിരി എന്നെ തന്നെ ഒന്ന് വിതയ്ക്കാനായിട്ട് ഇടാം, ഇല്ലേ? ആമേൻ. എന്നെ തന്നെ ഒന്ന് താക്കാം. ആ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ആൾക്കാരെ സേവിക്കാം. ആമേൻ. പാസ്റ്റർ റോണി പറഞ്ഞു, ഡിസൈപ്പിളും ബലീവറും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? വിശ്വാസിയും ശിഷ്യനും തമ്മിൽ, ഇല്ലേ? വിശ്വാസി എല്ലാവരും വിശ്വാസിയായാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. പ്രൈസ് ഗോഡ്, നമ്മൾ സ്വർഗത്തിൽ പോകും. പക്ഷെങ്കിൽ ശിഷ്യനാകുമെന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഇല്ലേ? അപ്പം കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പം ഒരാൾ കമ്മിറ്റ്മെന്റ്, എന്തിനോടുള്ള കമ്മിറ്റ്മെന്റാ? ദൈവസത്യത്തോടും ദൈവത്തോടുമുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇവിടെ നമുക്ക് വായിക്കാം, പിന്നെയും വായിക്കാം. കൊലോസ്യർ 1:12. ആമേൻ. അപ്പോ നമ്മൾ വായിച്ചു, നമ്മൾ നിത്യജീവനുണ്ട്. മരണത്തിൽ നിന്ന് നമ്മൾ ജീവനിലേക്ക് വന്നു. നമുക്ക് ന്യായവിധിയില്ല. ആമേൻ. ന്യായവിധിയില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ. ആമേൻ. കൊലോസ്യർ 1:12 എഴുതിയിരിക്കുന്നു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തു വരണമെന്നും അപേക്ഷിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും കുറച്ച് സത്യങ്ങൾ എഴുതിയിരിക്കുന്നു.
ആമേൻ. ഈ മരണത്തിൽ നിന്നും ജീവനിലേക്ക് വന്ന ആളിനെ പറ്റി എഴുതിയിരിക്കുകയാണ്, അവൻ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി. അപ്പൊ നോക്കി, വിശുദ്ധന്മാരായി നമ്മളിപ്പോൾ. ആമേൻ. എങ്ങനെ വിശുദ്ധിയായത്? എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ നല്ലത് കൊണ്ടോ ചീത്ത കൊണ്ടോ അല്ല, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആ റേസിന്, ആ കിരണങ്ങളെ ഞാൻ ഉള്ളിലേക്ക് അയച്ചപ്പോൾ ഞാനൊന്ന് ശുദ്ധിയായി. എൻ്റെ ഉള്ളിൽ ഒരു പുതിയ സൃഷ്ടിയായി. ആമേൻ. ഞാൻ ഉള്ളിലുള്ള മനുഷ്യൻ ഒരു വിശുദ്ധനായി. ആ വിശുദ്ധന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ, വെളിച്ചത്തിൽ ഒരു അവകാശമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു അവകാശമുണ്ട്. ആമേൻ. അതിരിക്കുന്നത് എവിടെയാ? വെളിച്ചത്തിൽ, വേറെങ്ങുമല്ല. ആർക്കാ വെളിച്ചത്തിൽ പോയി എടുക്കാൻ ഒക്കുന്നത്? വെളിച്ചത്തിന്റെ മക്കൾക്ക് അത് തൊടാനൊക്കത്തുള്ളൂ. ആമേൻ. അത് ഇരിക്കുന്നത് എവിടെയാ? വെളിച്ചത്തില. ഇരുട്ടിന് അവിടെ പോകാനൊക്കത്തില്ല. വെളിച്ചത്തിന്റെ മക്കൾക്ക് ഒരവകാശമുണ്ട്. എനിക്കുള്ള കുറച്ച് അവകാശങ്ങൾ ഇരിക്കുന്നത് എവിടെയാ? ഈ വെളിച്ചത്തിൽ. വെളിച്ചത്തിൽ ഓർ മഹിമയിൽ, ദൈവത്തിന്റെ തേജസ്സിൽ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത്, സാംസ് എഴുതിയിരിക്കുന്നത്, അവൻ അവനെ മഹത്വത്താലും മാനത്താലും അവനെ he crowned him with glory and honor. അപ്പം മനുഷ്യന്റെ ഉടുപ്പ് എന്തായിരുന്നു? മഹത്വം, ഗ്ലോറി, മഹിമ. ആമേൻ. അതിൽ നിന്നാണ് അവൻ പാപം ചെയ്തപ്പോൾ വീണത്, നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ യേശുവിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്, റോമറിന്റെ 3:23 ഇല്ലേ? റോമറിന്റെ നമുക്ക് വായിക്കാം. റോമർ ചാപ്റ്റർ 3 verse 23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഐ മീൻ, എല്ലാവരും ഹാർപ്പ് ചെയ്യുന്ന ഒരു വാക്കാണ്, പക്ഷെ അടുത്ത വാക്കും കൂടെ അതിൻ്റെ കൂടെ വായിക്കണം. ആമേൻ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി, സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. ആമേൻ. അപ്പൊ സൗജന്യമായി എനിക്കൊരു കാര്യം കിട്ടി, നീതീകരിക്കപ്പെട്ടു. ആമേൻ. സൗജന്യമായി എനിക്കിതെല്ലാം ലഭിച്ചു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ സൗജന്യമായി എനിക്ക് നീതി ലഭിച്ചു. ആമേൻ. അപ്പോ ഈ മഹിമയിൽ, ഈ ഗ്ലോറിയിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ അതെല്ലാം നഷ്ടപ്പെട്ട് താഴെ പോയപ്പോൾ യേശുവിൽ ദൈവം അവനെ സൗജന്യമായി നീതി ലഭിച്ചുവെങ്കിൽ അവൻ ഇപ്പോൾ എവിടെയാ? തിരിച്ച് തേജസ്സിൽ കയറി. He's back in the glory. മഹിമയിൽ എത്തി. ഇതെല്ലാം നമ്മുടെ ചിന്തകളെ ഉയർത്താനാണ്. ആമേൻ. ചിന്തകൾ ഉയർന്നാൽ നമ്മൾ അതേപോലെ വിശ്വസിക്കും. നമ്മൾ അതേപോലെ വിശ്വസിച്ചാൽ നമ്മൾ അതേപോലെ സംസാരിക്കും, നമ്മൾ അതേപോലെ നടക്കും. നമ്മൾ അതേപോലെ സംസാരിക്കുകയും നടക്കുകയും ചെയ്താൽ നമ്മൾ ദൈവത്തിന്റെ മഹിമ അനുഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. സോ ദൈവവചനങ്ങൾ നമ്മളെ ഉയർത്തുന്നു. ആമേൻ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി അവൻ നമ്മെ പ്രാപ്തന്മാരാക്കി. അപ്പൊ എന്നെ പ്രാപ്തനാക്കിയത് ആരാ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. യേശുവിൽ ചെയ്ത വലിയ പ്രവൃത്തി കാരണം എന്നെ ഈ മഹിമയിലുള്ള എല്ലാ അവകാശത്തിനുമായി എന്നെ പ്രാപ്തനാക്കി, എന്നെ വെളിച്ചത്തിന്റെ മകനാക്കി. അപ്പോൾ എൻ്റെ ശരിക്കുള്ള വീട് എവിടെയാ? മഹിമയില. ആമേൻ. അപ്പൊ ഈ മഹിമയിൽ ആരാ ഉള്ളത്? മഹിമേൻ രാജാവ്. മഹിമേൻ രാജാവ് ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് പുള്ളിയും തമ്മിൽ സംസാരിക്കാം. എനിക്ക് പുള്ളിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആമേൻ. വേറെ ആർക്കും അവർ വരാനൊക്കത്തില്ല. ഇത് അപ്പനും മക്കളും ഉള്ള ഒരു പരിപാടിയാണ്, ഫാമിലി ബിസിനസ്സാണ്. ഹല്ലേലൂയ. പിന്നെയും വായിക്കാം, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ഗാഡ്. ആമേൻ. വളരെ ബ്യൂട്ടിഫുൾ ആയ വാക്കുകളാണിത്. എഫേസ്യർ 1:3 വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.
Amen. Praise God. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with all spiritual blessings in heavenly places in Christ. സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും. എത്ര അനുഗ്രഹത്താൽ? എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും അവൻ ആരെ അനുഗ്രഹിച്ചു? നമ്മളെ അനുഗ്രഹിച്ചു. ആരെയും? നമ്മൾ വെളിച്ചത്തിന്റെ മക്കൾ, വിശ്വാസി, പുതിയ സൃഷ്ടി. ആമേൻ. അവനെ സർവ അനുഗ്രഹത്താലും പിതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ അനുഗ്രഹം എവിടെയായിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ആ അനുഗ്രഹം എവിടെ എഴുതിയിരിക്കുന്നത്? സ്പിരിച്വൽ ബ്ലെസ്സിങ്. അപ്പൊ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താ. ആമേൻ. എവിടെയാ അനുഗ്രഹം? ഈ കുമ്മനാട്ടല്ല, കോഴഞ്ചേരിലും അല്ല, എൻ്റെ പോക്കറ്റിലും അല്ല. പക്ഷെ ഇരിക്കുന്നത് ഒരു സ്ഥലമാണ്. അതിന്റെ പേരാണ് ആത്മീയ മണ്ഡലം. ആമേൻ. അപ്പൊ ആത്മീയ മണ്ഡലത്തിൽ എവിടെയായിരിക്കുന്നത്? ഇൻ എ പ്ലേസ് കോൾഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ലൊക്കേഷൻ ഉണ്ട്, ഗൂഗിൾ. അവിടെ ഇവിടെയല്ല, വേറെ എങ്ങും ഈ അനുഗ്രഹം കിട്ടത്തില്ല. എല്ലാ പേരും ഒന്നാണ്. എല്ലാ നദി ഒഴുകുന്ന ഒരിടത്താണ്. അല്ല, അവിടെ ഒന്നും ഇല്ല. ഒറ്റ ഒരിടത്തേ ഉള്ളൂ, അത് യേശുവിലാണ്. ആമേൻ. അപ്പൊ യേശുവിൽ നമുക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ യേശുവിലാകുമ്പോൾ നമ്മളൊരു വെളിച്ചത്തിന്റെ മക്കളായി, പുതിയ സൃഷ്ടിയായി, എല്ലാ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവനായി. അപ്പൊ നോക്കി, നമുക്ക് കുറെ ഇൻഹെറിറ്റൻസ് നമ്മൾ കളക്ട് ചെയ്യുക, ഇല്ലേ? വെളിച്ചത്തിന്റെ മക്കൾ, എല്ലാ അനുഗ്രഹം. ആമേൻ. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി, ഇതെല്ലാം ഞാനാണെന്ന് ബൈബിൾ പറയുന്നു. ആമേൻ. അപ്പൊ ഇതെല്ലാം ഇരിക്കുന്നത് എവിടെയാണ്? ആത്മാവിലാണ്. ആത്മാവിൽ. അപ്പൊ ഈ ആത്മാവെന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് കാണാനൊക്കത്തില്ല, തൊടാനൊക്കത്തില്ല, സ്പർശിക്കാനൊക്കത്തില്ല, ഫീൽ ചെയ്യാനൊക്കത്തില്ല. ആമേൻ. പക്ഷെങ്കിൽ സത്യമാണ്. അപ്പൊ ആത്മാവിൽ വേറെന്തുണ്ട്? യേശുണ്ട്. വേറെന്തുണ്ട്? യേശുവിൻ്റെ കഴുകുന്ന രക്തമുണ്ട്, യേശുവിൻ്റെ ഉയർപ്പിച്ച ശരീരമുണ്ട്, ദൈവസിംഹാസനമുണ്ട്, ദൂതരുണ്ട്, ആ പട്ടണമുണ്ട്, നമ്മൾ പാടിയ പട്ടണമുണ്ട്, ഇന്ന് പറഞ്ഞ പട്ടണമുണ്ട്, മൗണ്ട് സയോൺ എന്ന് പറഞ്ഞ പട്ടണമുണ്ട്. ഇതെല്ലാം എവിടെയാ? ആത്മാവിൽ, ഇല്ലേ? അപ്പൊ എനിക്ക് കാണാത്തതായ കുറെ കാര്യങ്ങൾ, കുറെ ഇൻഹെറിറ്റൻസസ് എനിക്ക് ഈ സ്ഥലത്തുണ്ട്, ഇല്ലേ? പക്ഷെ ഇതുള്ളത് കൊണ്ട് എനിക്കിപ്പോ എങ്ങനെ പ്രയോജനപ്പെടും? ഇത് അവിടെ ഉള്ളതെല്ലാം നല്ലതാ, പക്ഷെ അത് ഇങ്ങോട്ട് ഒഴുകിയാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുത്താനൊക്കത്തുള്ളൂ. ഇങ്ങോട്ട് ഒഴുകിയാലല്ലേ മറ്റുള്ളവർക്ക് അതൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ കാണാത്തതും പക്ഷെ ശരിയായതുമായത് ഞാൻ എങ്ങനെ ജീവിക്കും അത് വെച്ച്? ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ബൈബിളിൽ ഇരിക്കുന്നത് നമ്മൾ പണ്ട് ഇരുട്ടായിരുന്നു. ഇരുട്ട് പോലെ എന്നല്ല, ഇരുട്ടായിരുന്നു. നമുക്ക് വായിക്കാം എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 8. ഇപ്പോൾ എഫേഷ്യർ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 1, 2, 3 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതേപോലെ മഹത്വകരമായ എന്തെല്ലാം നമുക്ക് ദൈവം തന്നിട്ടുണ്ടോ, യേശുവിൽ എന്തെല്ലാം നമുക്ക് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം 1, 2, 3 അധ്യായങ്ങൾ നമുക്ക് കാണാം. 4, 5, 6 പറയുന്നത്, ഇപ്പൊ നീ കണ്ടല്ലോ, ഇനി അതേപോലെ നടക്ക, ഇനി അതേപോലെ സംസാരിക്കുക. കട്ടോണ്ടിരുന്ന ഒരു വിശ്വാസി, ഒരു കള്ളൻ വിശ്വാസി ആയപ്പോൾ അവനോട് പറഞ്ഞു, ഇനി നീ കക്കാതിരിക്കട്ടെ, കൈകൊണ്ട് വേല ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് റെഡിയാകട്ടെ. തല തിരിഞ്ഞ് ചിന്തിക്കണം, ഇല്ലേ? അപ്പൊ ഇവന്റെ മനസ്സ് ഇതുവരെ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണമെന്ന് എങ്ങനെയാണേലും എടുക്കാനായിരുന്നു. പക്ഷേ വിശ്വാസി ആയി കഴിഞ്ഞപ്പോൾ അവന്റെ സ്വഭാവം മാറി, വെളിച്ചത്തിന്റെ മകനായി, എല്ലാ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവനായി. അപ്പോൾ അവൻ വേല ചെയ്താൽ എന്തുണ്ടാകും? അനുഗ്രഹം ഉണ്ടാകും. അവന്റെ ഉദ്ദേശം എന്താ? ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് കൊടുക്കണം. നോക്കിക്കേ, ചിന്താഗതി മാറി, അല്ലേ? ഇനിയും ചെയ്യുന്നത് എന്തിനാ? ചർച്ചിന് കൊടുക്കണം. ശരിയായ ചിന്തയാ. ആമേൻ. എന്തിനാ ഞാൻ വേല ചെയ്യുന്നത്? ദൈവരാജ്യം പണിയണം. ആമേൻ. ഹല്ലേലൂയ. പോക്കറ്റ് ഇടാനാണെങ്കിൽ ഞാൻ ശരിക്കും പറയാം, ഇന്നങ്ങ് മരിക്കുന്നതാണ് നല്ലത്.
ഐ എം ടെല്ലിങ് യു, എത്ര പോക്കറ്റ് ഇട്ടാലും നമ്മളിപ്പം മരിച്ച് സ്വർഗത്തിൽ പോകുന്നതിന് തുല്യമാവത്തില്ല. Amen. I hope it's not strong, but it make us grow. Amen. Hallelujah. എഫേസ്യർ 5:8, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം. വെളിച്ചം. മുമ്പ് ഇരുട്ട് പോലെന്നല്ല പറഞ്ഞു, നമ്മൾ ഇരുട്ടായിരുന്നു. പക്ഷെങ്കിൽ ആ നീതിയിൻ സൂര്യൻ ഉദിച്ച് നമ്മുടെ ഉള്ളിൽ പ്രകാശം തന്ന് നമ്മൾ വെളിച്ചമായി. ആ ഇരുട്ടെല്ലാം പോയി. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. അപ്പൊ നോക്കിക്കേ, വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുക. അപ്പൊ ഞാൻ വെളിച്ചത്തിന്റെ മകനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തൊട്ടാ വെളിച്ചം വരണം, ഞാൻ വാ തുറന്നാ വെളിച്ചം വരണം. ആമേൻ. ഹല്ലേലൂയ. പക്ഷെങ്കിൽ എനിക്ക് വെളിച്ചമായിട്ടും പറയേണ്ടാത്തത് പറയാം, ഇരുട്ടിന്റെ കാര്യങ്ങൾ പറയാം, ഇല്ലേ? ഇരുട്ടിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാം. ഉള്ളിലെന്താ? വെളിച്ചം. അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. എന്താ പ്രോബ്ലം? ഒരു കഴുത കുതിരേന്റെ കൂട്ട് സലയ്ക്കുന്നു, ഇല്ലേ? അല്ല, ഒരു കുതിര കോഴിന്റെ കൂട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഉള്ളിൽ മാറ്റമുണ്ട്, പക്ഷെ വെളിയിലൊന്നും ഇല്ല കാണാൻ. ആമേൻ. എന്തായിരിക്കും പ്രശ്നം? നമുക്കൊരു ചിന്ത മാറണം. ആമേൻ. ഹല്ലേലൂയ. ഭയങ്ങളെ മാറ്റണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ആ തുറന്ന ഷട്ടർ കുറച്ചുകൂടെ തുറക്കണം. ആമേൻ. അന്ന് തുറന്ന് യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. ഇന്ന് കുറച്ചുകൂടെ ആ ചിന്തകൾ മാറ്റി ദൈവത്തിന്റെ ചിന്തകൾ എടുക്കണം. ആമേൻ. ദൈവത്തിൻ്റെതായ ഉയർന്ന ചിന്തകൾ എടുക്കണം. വെളിച്ചത്തിന്റെ മക്കളുടെ ചിന്തകൾ എടുക്കണം. ആമേൻ. അപ്പോഴെന്ത് സംഭവിക്കും? ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇച്ചിരി ഒന്ന് വൃത്തിയായിട്ട് നടക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ മക്കളായി. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. നടക്കാൻ ശ്രമിക്കാനല്ല പറയുന്നത്, നടക്ക്. താഴെ വീണ പിന്നെ എഴുന്നേറ്റ് നടക്ക്. അതാ ഒരു വിശ്വാസിയും ഡിസൈപ്പിളും തമ്മിലുള്ള വ്യത്യാസം. ഒരു വിശ്വാസിയും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഇതങ്ങോട്ട് നടക്കാൻ പോവാ, ഞാൻ തീരുമാനിച്ചു, വെളിച്ചത്തിലായി ഞാനുള്ള നടപ്പ്, ഇനി മാറ്റമില്ല. അപ്പം ഈ ശിഷ്യനെന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്തവനല്ല, തെറ്റ് ചെയ്താലും പിന്നെ എഴുന്നേറ്റ് നടക്കുന്നവനാണ് വിശ്വാസി, ശിഷ്യൻ. ആമേൻ. ഒരു വിശ്വാസിയാണെങ്കിൽ തെറ്റ് പറ്റുമ്പോൾ അവിടെ ഇരുന്ന് തെറ്റ് പറ്റിപ്പോയി, ഞാൻ എനിക്കിനി എഴുന്നേക്കാൻ പോയി, ഞാൻ ഇനി പള്ളിയിലോട്ടില്ല. പിന്നെ ആരെങ്കിലും പാസ്റ്റർ പോയി, ബ്രദർ പോയി, സിസ്റ്റർ പോയി പൊക്കിയെടുത്ത് തല വെച്ചോണ്ട് കിഴിച്ചു വിട്ട് വന്നിട്ട് പറയണം, മോനെ ഇവിടെ ഇരിക്കുക, ദൈവം നിന്നോട് ക്ഷമിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഒരു ശിഷ്യനാവുമ്പോ പിന്നെ എഴുന്നേറ്റിട്ട് പൊടി തട്ടിയിട്ട് പറയും, ദൈവമേ ക്ഷമിക്കണമേ, എനിക്കറിയാം ഞാൻ പറയുമ്പോ നീ പൊറുക്കുകയും കഴുകുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതാ മുന്നോട്ട് ഒരു കാലം കൂടെ. വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസം. വെളിച്ചത്തിലുള്ള നടപ്പ്. ആമേൻ. വെളിച്ചത്തിൽ നമ്മൾ ആരും പൂർണ്ണരല്ല. പൂർണ്ണരാണെങ്കിൽ നമ്മൾ ചത്തങ്ങ് പോയാൽ യേശുവിൻ്റെ കൂട്ട് അവർ കൊല്ലും നമ്മളെ. അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവർക്കും ബെറ്റർ ആകാൻ നോക്കും, നമ്മളെല്ലാവർക്കുടെയും നടപ്പ് ബെറ്റർ ആകാൻ നോക്കും, നമ്മളെല്ലാവരുടെയും തീരുമാനങ്ങൾ ബെറ്റർ ആകാൻ നോക്കും, നമ്മുടെ എല്ലാവരുടെയും ജീവിതം താക്കുന്നത് ബെറ്റർ ആകാൻ നോക്കും. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നമുക്ക് ഇപ്പോഴും ശ്വാസം ഉണ്ടെന്നാ. ആമേൻ. പെർഫെക്റ്റ് ആണെങ്കിൽ യേശുവിൻ്റെ കൂട്ട് അവർ നമ്മളെ കൊല്ലും. അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മൾ ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വർക്ക് ചെയ്യാം, പെർഫെക്റ്റ് ചെയ്യാം, ബെറ്റർ ആകാൻ നോക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ കാണാത്ത ഇടത്തിരിക്കുന്നതായ നിധികൾ ഞാൻ പറയാം, ആമേൻ, ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഇത് വെച്ച് നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും? ഇവിടെ എഴുതിയിരിക്കുന്ന വെളിച്ചത്തിലുള്ള നടന്നുകൊള്ളുവീൻ. അപ്പോൾ ഒരു നടപ്പുണ്ട്. വെളിച്ചത്തിലുള്ളവർക്ക് ഒരു നടപ്പുണ്ട്, ഇല്ലേ? നടക്കുന്ന ഒരു രീതിയുണ്ട്. ആമേൻ. അപ്പം ഇങ്ങനെ ഒരാളിങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ അയാളുടെ നടപ്പിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇല്ലേ? ആമേൻ. പക്ഷെ നേരെ സുഖമായിട്ട് നടക്കാൻ പറയും, ഓ അയാൾ നല്ലപോലെ നടക്കുന്നു എന്ന് പറയുന്നത് പോലെ വെളിച്ചത്തിലുള്ളവർക്ക് ഒരു നടപ്പുണ്ട്. അത് ഏണക്കോണയെന്നല്ല, നേരെയുള്ള ഒരു നടപ്പാണ്. ആ നടപ്പാണ് വിശ്വാസത്തിൻ്റെ നടപ്പ്.
ആമേൻ. നടപ്പ്. അപ്പൊ നടപ്പിന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരാളുടെ വോക്ക് അല്ലെ, ഈ വോക്ക് എന്ന് പറയുമ്പോൾ വോക്ക് ചേരുന്ന എന്താ, പല ചുവടുകളാണ്. ചുവടുകൾ അല്ലേ, 1, 2, 3, ഒരു 10 ചുവടുകൾ എടുക്കുമ്പോൾ അത് നമ്മുടെ നടപ്പായി. 200 ചുവടുകൾ എടുക്കുമ്പോൾ നമ്മൾ പറയും, അതാ വഴിയിലേക്ക് അയാൾ പോയി ഇല്ലേ. നമ്മൾ സ്റ്റെപ്സ് കുറച്ചു, പക്ഷെ വഴികളായി എന്ന് പറയുന്നത് പോലെ ഈ വിശ്വാസത്തിന്റെ നടപ്പ് ഓരോ ചുവടും വിശ്വസിച്ച് വെക്കുക. ഓരോ ചുവടും വിശ്വസിച്ച് വെക്കുക, ദൈവത്തിൽ ആശ്രയിച്ച്. നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ ബലത്തിലല്ല, പക്ഷെ എന്തിലാശ്രയം? ഈ കാണാത്ത കാര്യങ്ങളിലുള്ള ആശ്രയം. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ചെയ്യാം. ആമേൻ. സ്ട്രഗിളിൽ ആൾക്കാർ ചെയ്യുന്നത് പോലൊക്കെ ചെയ്യാം. പക്ഷെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഈ കാണാത്ത ഇടത്ത് ആൾക്കാർ കാണാനൊക്കത്തില്ല, പക്ഷെ നമുക്കറിയാം ഇത് ഇവിടെ ഉണ്ട്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ. എല്ലാ അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നോക്കിയ അങ്ങനെ ആലോചിച്ച് ആ സത്യത്തിൽ മുട്ടോളമല്ല, അരയോളമല്ല, ആ സത്യത്തിൽ അങ്ങ് മുങ്ങിയിട്ട് നമ്മളുടെ കൈവയ്ക്കുക. ഒരു കാര്യത്തിൽ ചെയ്യുന്ന വേലയിൽ ഒരു കാര്യം ചെയ്യുക. ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തുണ്ടാവും? അനുഗ്രഹം ഒഴുകും. ആമേൻ. എന്തിൽ ആശ്രയം? എൻ്റെ ശക്തിയിലല്ല, എൻ്റെ ബുദ്ധിയിലല്ല, പക്ഷെ എനിക്ക് എൻ്റെ കർത്താവ് ഒരുക്കി തന്ന ഈ അനുഗ്രഹം അവൻ എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞതിൽ മാത്രമാണ്. The blessing of the Lord maketh rich. യഹോവയുടെ അനുഗ്രഹം സമ്പത്തുണ്ടാകുന്നു. അധ്വാനത്തിനാൽ ഒന്നും കിട്ടത്തില്ല. വെറുതെ എന്തിനാ നമ്മൾ അധ്വാനിക്കുന്നത്? നമുക്ക് വേണ്ടത് അനുഗ്രഹമാണ്, ഇല്ലേ? അപ്പോൾ ഈ അനുഗ്രഹത്തിന്റെ വഴി, അനുഗ്രഹത്തിന്റെ എന്ന് പറയുന്നത് എപ്പോഴും വിശ്വാസത്തിൻ്റെതായ ഒരു വഴിയാണ്. ആമേൻ. അതിന് ഓൾസോ പറയുന്നത് ആത്മീയ വഴി എന്നുമാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ സത്യം അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഞാനായിട്ടൊന്നും അല്ല, അവൻ മൊത്തമായി ചെയ്തതാണ്. അതാണ് കൃപ, ഇല്ലേ? അപ്പൊ പിന്നെ കുന്തിരിക്കം പോയിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. കുരിശ് വരയ്ക്കുന്നതിലോ? ഒന്നുമില്ല. പിന്നെ എന്തിലാ കാര്യം? അവിടെ എന്താ എഴുതിയിരിക്കുന്നു അത് മാത്രമാണ് സത്യം. ആമേൻ. അപ്പൊ അത് പ്രകാരം നമ്മൾ സംസാരിക്കും, ജീവിക്കും, തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ അതൊരു വ്യത്യസ്തമായ നടപ്പ്, വെളിച്ചത്തിലുള്ളവരുടെ നടപ്പ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. അപ്പം അതിന്റെ ഓപ്പോസിറ്റായുള്ളൊരു നടപ്പ് എന്തായിരിക്കും? വികാരങ്ങളുടെ ഒരു നടപ്പ്, ഇല്ലേ? തൊട്ടും അറിഞ്ഞും ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, കണ്ടില്ല എങ്കിൽ ഇല്ല, അങ്ങനെയുള്ളൊരു നടപ്പാകാം, ഇല്ലേ? പ്രൈസ് ഗോഡ്. അല്ലേ പറയാം നമുക്ക് ജഡികമായ നടപ്പ്. അപ്പൊ ആത്മീകമായ നടപ്പ്, വിശ്വാസത്തിന്റെ നടപ്പ്, അല്ലെ ജഡികമായ നടപ്പ്. ആമേൻ. ഗലേഷ്യർ 3:11 എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. ആമേൻ. അപ്പൊ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേല ചെയ്യുവാണ്, ഇത് ചെയ്യുക, അത് ചെയ്യുക, എല്ലാം നമ്മളുടെ ശക്തിയാണ്, നമ്മളുടെ എഫേർട്ടാണ് മൊത്തം. അപ്പൊ ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെടത്തില്ല. എന്നിട്ട് എഴുതിയിരിക്കുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ ഈ നടപ്പിൽ നിന്ന് മാറി, അപ്പൊ ഇങ്ങനെ തന്നെ ഞാൻ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു ശൈലിയായി അത്, എൻ്റെ ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ ജീവിക്കും എന്ന് പറയുന്നത് ജീവിത ശൈലിയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് വിശ്വാസത്താലായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിന് ഒരു കുഴപ്പമുണ്ട്. നമുക്കൊന്നും അറിഞ്ഞില്ല എങ്കിൽ വിശ്വസിക്കാൻ ഒക്കത്തില്ല. വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയണം. ആമേൻ. അപ്പം ബൈബിൾ അവിടെ ഷെൽഫിൽ വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഡേഞ്ചറസാണ്. കാരണം നമ്മൾ ചിന്തിക്കോ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ബൈബിൾ അവിടെ ഷെൽഫിൽ പൊടി വെച്ച് കവർ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുക, ഇങ്ങനെ ഇരിക്കുക കോർണറിൽ. പക്ഷെ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയണം. അറിയാതെ നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. വിശ്വസിച്ചാലേ ഈ ഒരു നടപ്പ് നമുക്ക് നടക്കാനൊക്കത്തുള്ളൂ. ഈ നടപ്പ് നടന്നാൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണും, മഹിമ കാണും എല്ലായിടത്തും. ആമേൻ. അതിന് അതിൻ്റെതായ
പ്രതിഫലവുമുണ്ട് ദൈവത്തെ പ്രീതിപ്പിക്കുമ്പോൾ. ആമേൻ, ഹല്ലേലൂയ. അപ്പം വിശ്വാസത്താൽ നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മൾ ഇന്ന് കേട്ടതുപോലെ, ഞാൻ വെളിച്ചത്തിന്റെ മകനാണ്, എല്ലാ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നീതിയിൻ സൂര്യൻ, തന്റെ ചിറകിൻ കീഴ് അറ്റത്ത് രോഗശാന്തിയുമായി. ആമേൻ. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. വരാൻ പോകുന്നല്ല, വന്നു. എൻ്റെ ഉള്ളിൽ സൗഖ്യമുണ്ട്, എൻ്റെ ഉള്ളിൽ അനുഗ്രഹമുണ്ട്, എൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, നിത്യജീവൻ. ഞാൻ ഇന്ന് ശരീരം വിട്ടുപോയാലും ഞാൻ മരിക്കില്ല. ആമേൻ. എൻ്റെ ഉള്ളിൽ പരിശുദ്ധ ആത്മാവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ജീവിതം, ഈ ക്രിസ്തുവിലുള്ള ഈ ജീവിതം ജയിക്കുവാൻ നമുക്ക് രണ്ട് കാര്യം വേണം. ഒന്ന് ദൈവവചനം, രണ്ട് പരിശുദ്ധാത്മാവ്. ആമേൻ. അപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് വായിക്കാം. ലൂക്കോ സുവിശേഷം 17 അധ്യായത്തിന്റെ 11 വാക്യം. ആമേൻ. ഇവിടെ വിശ്വാസത്താൽ നടന്നുപോയ ഒരു കൂട്ടത്തിന്റെ സ്റ്റോറിയാണ്. ആമേൻ. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്ക പറഞ്ഞു. ആമേൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 10 കുഷ്ഠരോഗികൾ. അവൻ പോകുന്ന, അപ്പൊ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല, പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ല, ജസ്റ്റ് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അകലെ നിന്നുകൊണ്ട് വേറൊരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന് അവനെ കവിണ്ണു വീണ് അവനെ ആരാധിച്ചിട്ട് പറഞ്ഞു, നീ മാത്രമാണ് എൻ്റെ സൗഖ്യദായകൻ, പക്ഷെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാകണം. യേശു അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ പൂർണ്ണമായി സൗഖ്യമായി. പക്ഷെ ഇവരെ 10 പേര് ദൂരെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൂരെ നിൽക്കുന്നത്? അവരുടെ ഒരു ലോ ഉണ്ട്, ന്യായപ്രമാണം അനുസരിച്ച് ഇവർക്ക് അടുത്ത് വരാൻ ഒക്കത്തില്ല. ഒരു മഹാരോഗമാണ് ഈ ലെപ്രസി. നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ആമേൻ, നമ്മുടെ ശരീരങ്ങളിലുള്ള സെൻസസ് പോകും. ഒരാളുടെ കാലിലുള്ള സെൻസസ് പോയിട്ട് അയാളുടെ കാൽ ഒടിഞ്ഞാലും അയാൾക്ക് അറിയത്തില്ല അത് ഒടിഞ്ഞു എന്ന്. ഒരു സ്റ്റൗവിന്റെ മണ്ട കയറി ഇരിക്കാം, സെൻസസ് ഇല്ല, എന്നാലും കത്തിക്കൊണ്ടിരിക്കുക. ഹൊറിബിൾ, ഡെമോണിക്, പിശാചികമായ എല്ലാ അസുഖവും പിശാചിന്റെ ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൺ ഓഫ് ദാറ്റ് ഇസ് ഫ്രം ഗോഡ്. നമ്മൾ സാത്താനെ വെറുക്കുന്നത് പോലെ എല്ലാ അസുഖത്തിനെയും നമ്മൾ വെറുക്കണം. നമ്മൾ ഒരു സ്ഥാനത്തിനെ വെറുക്കുമ്പോൾ നമ്മൾ അതിനൊരു സ്ഥാനം കൊടുക്കത്തില്ല. ആമേൻ. എന്തുകൊണ്ടെന്നാൽ ഞാൻ വെളിച്ചത്തിലുള്ളവനാണ്, രോഗവുമായി എനിക്കൊരു ബന്ധമില്ല. ആമേൻ. അപ്പോൾ ഫൈറ്റ് ചെയ്യൂ അതിനെതിരെ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആമേൻ, ഹല്ലേലൂയ. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പൊ അവർക്ക് ഒരു സാധനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. എന്താ വേണ്ടത്? കരുണ. ആമേൻ. അവരോട് യേശുവിനോട് പറഞ്ഞു, എനിക്ക് കരുണയുണ്ടാകണേ, എന്നോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കരുണാദായകനാണ്, കരുണയുടെ ഉഡ്ഡയവനാണ്. അവനോട് ചോദിച്ചാൽ അവൻ തിരിഞ്ഞു നിന്ന് തരും എല്ലായ്പ്പോഴും. ആമേൻ, ഹല്ലേലൂയ. ഹി ഈസ് റിച്ച് ഇൻ മെർസി. അപ്പോൾ 14 വാക്യം വെരി ഇൻട്രസ്റ്റിംഗ്. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു. അപ്പൊ യേശു അവരോട് ഒരു വാക്ക് പറഞ്ഞു. നമ്മളുടെ ഓരോ സാഹചര്യത്തിലും ഒരു വാക്കുണ്ട്, നമ്മളത് കേൾക്കണം. നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ പാസ്റ്റർ അത് പറയും. നിങ്ങൾ തന്നെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അത് സംസാരിക്കും. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അതിലൂടെ അവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അതിലൂടെയാണ്. അപ്പം ബൈബിൾ അടച്ചു വെച്ചിട്ട് ഇരുന്നാൽ അത് കേൾക്കില്ല. അത് കേൾക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വെന്ത പട്ടീൻ്റെ കൂട്ടി ചാടി അടക്കുന്നത്, ഒരു ഇരിപ്പില്ലാത്തത്. എന്തുകൊണ്ടാ? കേൾക്കുന്നില്ല, അടങ്ങിയിരിക്കുന്നില്ല, ഓട്ടത്തോട് ഓട്ടമാ. എന്തോ ഇനാ എങ്ങും എത്തുന്നുമില്ല. പക്ഷെ അതെല്ലാം വിട്ട് അവന്റെ കാലിൽ ഇരിക്കണം. മറിയയുടെ കൂട്ട്. ആമേൻ. ഒരു കാര്യം ആവശ്യമാണ്, അവന്റെ കാൽക്കലിരുന്ന് അവന്റെ സ്വരം കേൾക്കുക. അവന്റെ സ്വരം കേൾക്കുന്നത് എവിടെയാണ്? ദൈവവചനത്തിൽ. ആമേൻ. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ കേൾക്കും ഒരു സ്വരം, ഒറ്റ വാക്കായിരിക്കും. അത് നമ്മുടെ സാഹചര്യത്തെ തന്നെ അങ്ങ് മാറ്റും. അതെങ്ങനെയാ മാറ്റുന്നതെന്നുള്ളതിന്റെ കീ ഇവിടെ നമുക്ക് കാണാം. ഈ 10 കുഷ്ഠരോഗികൾ
ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം. പക്ഷെ യേശുവിന്റെ അടുക്കൽ വന്ന് കരുണയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ അവൻ അവരെ നോക്കിയിട്ട് പറഞ്ഞു, പോയി പുരോഹിതന്മാരെ കാണിക്ക്. ആമേൻ. പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ. പുരോഹിതന്റെ അടുത്ത് പോകണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ സൗഖ്യപ്പെട്ടു. സൗഖ്യപ്പെട്ടതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് പുരോഹിതന്റെ അടുത്ത് പോയി കാണിക്കുക എന്നുള്ളത്. സൗഖ്യത്തിന് മുമ്പേ അല്ല. നോക്കി ഇതെല്ലാം അതേപോലെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ പോകാനൊക്കത്തില്ല. പെട്ടതിന് ശേഷം പുരോഹിതന്റെ അടുത്ത് പോയി അതിൻ്റെതായ ചടങ്ങുകളുണ്ട്. പുരോഹിതൻ രോമം എല്ലാം വടിക്കും, തലയും വടിക്കും, അതിനുള്ളതായ ഓഫറിങ്സും കൊടുക്കും. അതിനുശേഷം പറയും, ഇവൻ ശുദ്ധനായി. തിരിച്ച് അവന്റെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും അവനെ തിരിച്ചു പോകാം, വേലയിലേക്കും അവന് പോകാം. അപ്പൊ ഇവിടെ കുഷ്ഠരോഗമായി ഇരിക്കുന്ന ഈ 10 ആൾക്കാരോട് യേശു പറഞ്ഞു, പോ കാണിക്ക്. നോക്കിക്കേ എങ്ങനെയാ വെളിച്ചം വരുന്നതെന്ന്. ആ സൂര്യപ്രകാശം തിളങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ നോക്കിക്കേ, വാക്കുകളാലാണ്. ദൈവത്തിന്റെ വാക്കുകൾ, വചനങ്ങൾ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ ഇവരും ഒരു കാര്യം ചെയ്യണം. അവർ മനോഹരമായ ഒരു കാര്യം ചെയ്തു. അവരത് വിശ്വസിച്ച് പുരോഹിതനെ കാണാൻ പോയി. വിശ്വസിച്ച് പുരോഹിതനെ കാണാൻ പോയി. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കുഷ്ഠരോഗിയാ. ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ യേശു പറഞ്ഞതുകൊണ്ട്, ദൈവവചനം പറഞ്ഞതുകൊണ്ട്, ദൈവവചനം പറഞ്ഞു, നീ തലയാണ്, വാലല്ല. നീ മേലെയാണ്. നീ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്നെ ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. താഴെ പോയാൽ ഞാൻ താങ്ങിക്കോളാം. മുങ്ങിപ്പോയ പത്രോസിനോട് പറഞ്ഞ് യേശു പറഞ്ഞില്ല, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, ഒന്നും പറഞ്ഞില്ല. പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെട്ടെ? അത്രയല്ലേ ഉള്ളൂ പറഞ്ഞു. വേറെ ലെക്ചറൊന്നും ഒന്നും പറഞ്ഞില്ല. നീ നിന്റെ വിശ്വാസമൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഉറപ്പിച്ചിട്ട് ചാടിയ പോരായിരുന്നോ എന്ന് പറഞ്ഞോ? ഇല്ല. യേശു പറഞ്ഞു, നീ എന്തിനാ, നീ നല്ലപോലെ വരുമല്ലായിരുന്നോ, ഭയപ്പെടണ്ടായിരുന്നു, വാ പോങ്ങ്, നമുക്ക് ഒരുമിച്ച് നടക്കാം. അപ്പൊ ഈ കുഷ്ഠരോഗികളും വിശ്വസിച്ചു, മുമ്പോട്ട് ഒരു കാല് വെച്ചു, വിശ്വാസത്തിന്റെ കാല്. പിന്നെ ഒരു കാല് വെച്ചു, വിശ്വാസത്തിന്റെ കാല്. പിന്നെ ഒരു പാതയായി, വഴിയായി, ജീവിത ശൈലിയായി. അവർ പോകുന്ന വഴിക്ക് അവർ സൗഖ്യപ്പെട്ടു. ആമേൻ. പോകയിൽ അവർ ശുദ്ധരായി. എപ്പോഴാ ശുദ്ധരായത്? പോയപ്പോൾ. അപ്പൊ ഇരിക്കുന്നവര് ശുദ്ധമാകത്തില്ല. പക്ഷെ വെളിച്ചം വന്നു. യേശു പറഞ്ഞു. അപ്പൊ സൗഖ്യം എവിടെയാ ഇരിക്കുന്നത്? ആ വാക്കിലുണ്ട്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എങ്ങനെയാ? നമ്മൾ കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കുമ്പോൾ. മഹത്വം എപ്പോഴാ വരുന്നത്? ആ കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കുമ്പോൾ. ആമേൻ. ഹല്ലേലൂയ. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് സംതിങ്. ആമേൻ. അതിനോ നമ്മൾ ചെറുതായിട്ട് പോയി. then we little preaching now. Amen. യേശു അങ്ങനെയാ. he would teach, he would preach, then he will heal. Amen. Hallelujah. He will teach, he will preach, he will heal. അവൻ പഠിപ്പിക്കും വചനം. പഠിപ്പിക്കും ചിലപ്പം വലിയ അലയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ശക്തി വരുവാ. Amen. Hallelujah. Praise God. Glory to God. Amen. Hallelujah. അപ്പം നമുക്ക് ഈ മഹത്വത്തിൽ കൃപയിൽ ഉള്ളതെല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നത് വിശ്വാസത്താലാണ്. Amen. Hallelujah. Praise God. Maybe നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. Thank you Jesus. ലൂക്കാസ് സുവിശേഷം. Thank you Lord. Oh, thank you Jesus. Oh, thank you Jesus for your precious name. ഈ കാണാത്ത സ്ഥലത്ത് നമ്മുടെ ഒരു അവകാശമാണ് യേശുവിൻ്റെ നാമം എന്നുള്ളത്. നമ്മുടെ ഒരു ട്രഷറാ, നമ്മുടെ ഒരു അവകാശമാണ് യേശുവിൻ്റെ നാമം. ആമേൻ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തും ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ യോഹന്നാനും പത്രോസും മനുഷ്യനോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്കാം. അവർ പറഞ്ഞു ഈ നാമം
അവരെ സൗഖ്യമാക്കി, അല്ലേ? ആമേൻ, പ്രൈസ് ഗോഡ്. സോ നമുക്ക് ഈ സമയങ്ങളൊന്നും പോരാ എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയുവാൻ. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വേണം ഇത് എന്തൊക്കെയുണ്ടെന്ന് അറിയുവാൻ. ആമേൻ. അപ്പോൾ ലൂക്കാ സുവിശേഷം 5:17 വെരി ഇൻട്രസ്റ്റിംഗ്. ആമേൻ. നമുക്ക് വായിക്കാം. ആരെങ്കിലും വായിക്കാമോ? 5:17. ലൂക്കാ സുവിശേഷം 5:17. യെസ്. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ, എന്തുവായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്? ഉപദേശിക്കുമ്പോൾ. നമ്മൾ മറ്റ് വേർഷൻസ് വായിക്കും ടീച്ചിങ്, പഠിപ്പിക്കുമായിരുന്നു, ഉപദേശിക്കുമായിരുന്നു. ആമേൻ. അപ്പം പിന്നെ പ്രൊക്ലെയിം ചെയ്യുമല്ലായിരുന്നു, പ്രീച്ച് ചെയ്യുമല്ലായിരുന്നു. ഹി വാസ് ടീച്ചിങ്. വെരി കാമായിട്ടിരുന്ന് ടീച്ച് ചെയ്യുക, കാമായിട്ടിരുന്ന് ടീച്ച്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒന്ന് യേശുവിന്റെ നാമത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴേ ശക്തി ഉണ്ടാകത്തുള്ളൂ എന്നാണ് വിചാരിക്കും. പക്ഷെ യേശു അവിടെ കോളായിട്ടിരുന്ന്, സമാധാനത്തായിട്ടിരുന്ന്, പെയ്യിരുന്ന് പഠിപ്പിക്കുക, ഉപദേശിക്കുക. ഉപദേശിക്കുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാമോ? സൗഖ്യമാക്കുവാനുള്ള ശക്തി അവിടെ ഉണ്ടായിരുന്നു. The power of the Lord was present to heal them. Amen. അപ്പോൾ യേശു അവിടെ വചനം സംസാരിക്കുമായിരുന്നു. വചനം സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശക്തി ഉണ്ടാവും, ദൈവത്തിന്റെ ശക്തി. ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു സൗഖ്യമാകാനുള്ള ശക്തിയുണ്ട്. അതിനർത്ഥം യേശു സൗഖ്യത്തെ പറ്റിയായിരിക്കും ഉപദേശിച്ചത്. ആമേൻ. സൗഖ്യത്തെ പറ്റിയുള്ള സത്യം അവൻ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ സൗഖ്യത്തിനുള്ള ശക്തി വന്നു. ആമേൻ. അപ്പൊ എന്തായിരുന്നു ഉപദേശം? യേശു അവിടെ ഇരുന്ന് കഥ പറയുമായിരുന്നോ? ഞാൻ പണ്ട് വീട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്നായിരിക്കത്തില്ല. ആമേൻ. അവൻ അവിടെ വചനം പ്രഘോഷിക്കുകയായിരുന്നു, വചനം ഉപദേശിക്കുകയായിരുന്നു. അപ്പോൾ നോക്കി, എപ്പം നമ്മൾ വചനം പ്രഖ്യാപിക്കുന്നു, എപ്പം നമ്മൾ സത്യം പ്രഖ്യാപിക്കുന്നു, അവിടെ ദൈവത്തിന്റെ ശക്തി ഉണ്ടാവും. ആമേൻ. പിതാവായ നമ്മുടെ ദൈവം യേശുവിന്റെ ഉയർപ്പിനാൽ, ആമേൻ, ശ്രദ്ധിച്ചു കേൾക്കുക, പിതാവായ ദൈവം യേശുവിന്റെ ഉയർപ്പിനാൽ നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയ്ക്കും ജീവനും സമൃദ്ധിക്കും സൗഖ്യത്തിനും വേണ്ടിയുള്ള എല്ലാം ശക്തിയും അവൻ ഒരുക്കിയിരിക്കുകയാണ്. ആമേൻ. ഞാൻ പറഞ്ഞു, നീതിയുടെ സൂര്യൻ ഇപ്പോൾ ഉദിച്ചിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആ തിളക്കത്തിൽ സൗഖ്യമുണ്ട്, ആ തിളക്കത്തിൽ രക്ഷയുണ്ട്, ആ തിളക്കത്തിൽ ജീവനുണ്ട്, ആ തിളക്കത്തിൽ നിങ്ങളുടെ ഏത് കാര്യങ്ങളെയും മാറ്റിമറിക്കാനുള്ളതായ കിരണങ്ങൾ അവിടെ ഉണ്ട്. ആമേൻ. പക്ഷെ നമ്മളത് പ്രഖ്യാപിക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും ജോലി അതാണ്. ലോകമെമ്പാടും പോയി ഇത് പ്രഖ്യാപിക്കണം. ഇത് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തിളങ്ങാൻ പോകുന്നതല്ല, തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. നീ കഴുകി വൃത്തിയാക, എന്നാൽ അത് തിളങ്ങുമെന്നല്ല, തിളങ്ങി നിൽക്കുകയാണ്. രക്ഷ ഇതാ ഇപ്പോൾ നിന്റെ വാതിൽ, സൗഖ്യം ഇതാ നിന്റെ അടുക്കൽ, ജീവൻ ഇതാ നിന്റെ അടുക്കൽ, അനുഗ്രഹം ഇതാ നിന്റെ അടുക്കൽ എന്നുള്ള സുവിശേഷമാണ് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്. Amen. Every time you preach the gospel, power is there. ദൈവത്തിന്റെ സുവിശേഷം ശക്തിയാണ്. എന്തിനുള്ള ശക്തിയാണ്? നമ്മൾ എന്താ പ്രഖ്യാപിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശക്തി. സൗഖ്യത്തെ പറ്റി പ്രഖ്യാപിക്കുകയാണെങ്കിൽ സൗഖ്യത്തിനുള്ള ശക്തി, രക്ഷയെ പറ്റി പ്രഖ്യാപിക്കുകയാണെങ്കിൽ രക്ഷയെ പറ്റിയുള്ള ശക്തി. ഈ വീട്ടിൽ അവൻ ഇരിക്കുമ്പോൾ ബൈബിൾ പറഞ്ഞ പരീശന്മാരും ഡോക്ടേഴ്സും എല്ലാം ചുറ്റും ആ വീട് ചുറ്റും ഇരിക്കുകയാണ്. അവരെ സൗഖ്യമാക്കാനുള്ള ശക്തി യേശു ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായി. പക്ഷെ ആരും സൗഖ്യമായില്ല. ആരാ സൗഖ്യമായത്? ഒരു 5 ആൾക്കാര്
തൻ്റെ കൂട്ടുകാരനെ എടുത്തോണ്ട് ആ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്നപ്പോൾ അവരെ അതോട്ട് കയറ്റുന്നില്ല. ഇവരോ അനുഭവിക്കുന്നില്ല, മറ്റുള്ളവരെ അനുഭവിക്കാൻ അനുവദിക്കുന്നില്ല. പക്ഷെ അവരന്നേരം ഒരു വഴി കണ്ടു. ആമേൻ. എന്താണ് നമ്മളും ആ ശക്തിയുടെയും ഇടയ്ക്ക് നിൽക്കുന്നത്? അതിനെ തകർത്ത് കളയണം, പൊട്ടിച്ചു കളയണം. കൂരയാണെങ്കിൽ ഇടിച്ചു പൊളിച്ച് താഴെ കളയണം. സമ്പ്രദായമാണെങ്കിൽ വിട്ടുകളയണം. ആമേൻ. ഹല്ലേലൂയ. ഭയങ്ങളാണെ മാറ്റിക്കളയണം, എതിർക്കണം. ഭയത്തെ എതിർത്താൽ അത് പോവും. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യരാണോ? എതിർത്ത് നിൽക്കുക, എന്നിട്ട് അവിടെ ചെല്ലുക. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ആ ശക്തിന്റെ അടുത്ത് അവർ എത്തിക്കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഫൈനലി ഒരാൾ വന്നു. ആമേൻ. അപ്പൊ അവനോട് പറഞ്ഞു, നിന്റെ എല്ലാ പാപങ്ങളും പൊറുത്തിരിക്കുന്നു. അപ്പൊ എല്ലാരും അവിടെ ഇരിക്കുന്നവർ ചോദിച്ചു, അയ്യോ ഇയാൾക്ക് എങ്ങനെയാ പാപം പൊറുക്കാൻ ശക്തി? ദൈവത്തിന് മാത്രമല്ലേ ഉള്ളൂ. യേശു പറഞ്ഞു, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്, സൗഖ്യപ്പെടുത്താനുള്ള അധികാരമുണ്ട്. ഏതാണ് വലുത്? സൗഖ്യമാക്കാനുള്ളതാണോ പാപം പൊറുക്കാനുള്ളതാണോ? നമ്മൾ പലപ്പോഴും വേയ്യാൻ തുടങ്ങും, ഇല്ലേ? ഏതാ കൂടുതൽ, ഏതാ ചെറുത്? രണ്ടും ഒരേപോലെ. ഈ ക്രൂശ് യേശുവിലായപ്പോൾ നമ്മുടെ പാപങ്ങളും വഹിച്ചു, രോഗത്തിനുള്ളതും അവൻ വഹിച്ചു. ഒറ്റയടിക്ക് അവൻ സകല പാപങ്ങളും പൊറുത്തു, എല്ലാ രോഗങ്ങളും അവൻ സൗഖ്യമാക്കിയ യഹോവയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ യേശുവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടക്ക. അവൻ അപ്പൊ ആരാ സൗഖ്യപ്പെട്ടത്? വിശ്വസിച്ചു വന്ന കൂട്ടം മാത്രം. വിശ്വസിച്ചു വന്ന. അപ്പം എല്ലാം തിളങ്ങി നിൽക്കുകയാണ് ഇന്ന്. നമുക്കൊരു എക്സ്ക്യൂസും ഇല്ല. We are without excuse. Amen. അപ്പൊ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ can you lay down your life? നമ്മുടെ ജീവിതത്തെ താക്കാമോ? നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാമോ? നമ്മുടെ ജീവിതത്തെ ഒരു വിത്ത് പോലെ ഇടാമോ ഈ ലോകത്തിലേക്ക്? ആമേൻ. ഫലമുണ്ടാകും. നമ്മളെ പറ്റി ബോധരേണ്ട. യു വിൽ ബി ടേക്കൻ കെയർ ബ്യൂട്ടിഫുള്ളി. നമ്മൾ പലപ്പോഴും നമ്മുടെ ആ ചിന്തകളാണ് നമ്മളെ തടസ്സമായി വെക്കുന്നത്. വിട്ട് കഴിയുമ്പോൾ എല്ലാ അത്ഭുതങ്ങളും നടക്കും. ആമേൻ. അവന്റെ കയ്യിലേക്ക് വിടുമ്പോൾ അവന് പ്രവർത്തിക്കാൻ. ഒരിക്കലും ദൈവം നമ്മളെ ഫോഴ്സ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഒരിക്കലും. ആമേൻ. പ്രൈസ് ഗോഡ്. സമയം ഒത്തിരിയായി. ഐ ഹോപ്പ് we got something. We got something. Amen. Hallelujah. Praise God. നമ്മൾ ഈ പവറിൽ, ഈ സോക്കറ്റിലെല്ലാം പവർ ഉണ്ട്, ഇല്ലേ? ആ സോക്കറ്റ് പ്ലഗ് കുത്തുമ്പം പവർ ഉണ്ട്. പക്ഷെ ആ സോക്കറ്റിൽ നിന്ന് എ സിയിലേക്ക്, അല്ലെ ലൈറ്റിലേക്ക്, അല്ലെ ഫാനിലേക്ക്, അല്ലെ ക്യാമറയിലേക്ക് പവർ വേണമെങ്കിൽ ഓരോ ലൈൻ വരിക്കണം, ഓരോ ലൈൻസ്, ഇല്ലേ? അന്നേരം നമുക്ക് ഓരോ മെത്തേഡ്സ് ഉണ്ട്. ഓരോ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഇതിലേക്കും കണക്ഷൻസ് കൊടുക്കുന്നത്. എ സി കൊടുക്കുന്ന മെത്തേഡ് ഈ ലൈറ്റിന് കൊടുക്കുന്നതിനേക്കാൾ ഇച്ചിരി വ്യത്യാസമുണ്ട്, ഇല്ലേ? ഗേജും സ്ക്വയർ mm എല്ലാം വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവവചനം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇവിടെയുണ്ട്. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. ആ വീട്ടിലിരിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിലും അവരാരും ആ ശക്തി ഫീൽ ചെയ്തില്ല. Nobody felt it. അവർക്ക് ഫീൽ ചെയ്യെങ്കിൽ അവർ പറയും, ഓ ഇവിടെ ശക്തി ഉണ്ട്, ഹല്ലേലൂയ എന്ന് പറഞ്ഞേനെ, ഇല്ലേ? പക്ഷെ ആർക്കും ഫീൽ ചെയ്തില്ല. പക്ഷെ അവിടെ ടീച്ച് ചെയ്യുന്നത് ആരാ? യേശു. അവിടെ ശക്തി ഉണ്ടെന്ന് ആര് പറഞ്ഞു? ദൈവവചനം പറഞ്ഞു. പക്ഷെ അവരാർക്കും ഫീൽ. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ശക്തി ഉണ്ടാക്കാം, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഒന്നും. അങ്ങനെയാണ് ആത്മീയ കാര്യങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ആമേൻ. എന്ന് പറഞ്ഞ പോലെ ആ സോക്കറ്റിൽ പവർ ഉള്ളതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഈ മുറിയിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ആമേൻ. അപ്പൊ ഈ പല മെത്തേഡ്സ് വഴി യേശു ആ ശക്തി ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആമേൻ. ബൈബിളിൽ പറയുന്നു, നസ്രയനായ യേശു, how God anointed Jesus of Nazareth with power, with the Holy Spirit and power. പരിശുദ്ധാത്മാവിലും ശക്തിയാലും അവനെ അഭിഷേകം ചെയ്തു.
അപ്പം യേശുവിന് രണ്ട് കാര്യങ്ങളുണ്ട് എപ്പോ ചെന്നാലും. ഒന്ന്, സൗഖ്യത്തിന്റെ ശക്തി. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരമുള്ളതായ വരങ്ങൾ എന്ന് പറയാം, മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സ്പിരിറ്റ്. എനി ടൈം. പക്ഷെ ഒരിക്കലും യേശുവിന് ഈ മാനിഫെസ്റ്റേഷൻസ് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ എപ്പോഴും ഈ അഭിഷേകമുണ്ട്, ദൈവം അവന് കൊടുത്തതാണ്. ആമേൻ. സോക്കറ്റിൽ പവർ ഉള്ളതുപോലെ യേശുവിൻ്റെ അടുക്കൽ വരുന്നവൻ ഇങ്ങനെ ചാർജായി നിൽക്കുന്ന ഒരാളാണ് യേശു. ആമേൻ. അഭിഷേകം നിറഞ്ഞവനാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവാണ്. ഓരോരുത്തരും യേശുവിലാണെങ്കിൽ ക്രിസ്തുക്കളാണ്. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ഭാഗമാണ്. ആമേൻ. അപ്പൊ യേശുവിൻ അഭിഷേകത്താൽ നിറഞ്ഞവനാണെങ്കിൽ അവന്റെ വിരല് ഉണ്ടാവോ? ശക്തി ഉണ്ട്. അപ്പം ബൈബിളിൽ പറയും നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ശരീരമാണ്. അപ്പൊ ഒരു വിരലാണെങ്കിൽ, ഏറ്റവും ചെറിയ വിരലാണെങ്കിലും അത് ഞാനാണെങ്കിൽ എൻ്റെ മേൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അത് ഫ്ലോ ചെയ്യാം, ഇല്ലേ? ഹല്ലേലൂയ. അപ്പൊ യേശുവിൽ നിന്ന് ഫ്ലോ ചെയ്തത് പല മെത്തേഡ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ യേശു ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറയുന്നത് കൈയാണ്. കൈവെപ്പ്. കൈവയ്ക്കും, നോർമലായ ഒരാൾ യേശുവിനെ കണ്ടാൽ യേശുവിന്റെ മേൽ സ്പോട്ട് ലൈറ്റ് ഒന്നുമില്ല. ഇന്ന് വസ്ത്രം എല്ലാം കണ്ട് ഇത് യേശു ആണല്ലോ, അങ്ങനെയില്ല. സാധാരണ ഒരാളാണ്, എൻ്റെ കൂട്ടായിരിക്കും. ആമേൻ. നോർമലായ ഒരാളാണ്. പക്ഷെ കൈവയ്ക്കുമ്പോ എന്തോ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവൻ പറയും. നമ്മൾ ഇന്ന് 10 കുഷ്ഠരോഗികളെ പറ്റി പറഞ്ഞു. അവൻ പറഞ്ഞു, അവർ പോയി അത് ചെയ്ത് സൗഖ്യമായി. എൻ്റെ ഹിതമാണ് സൗഖ്യമാകുക എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പൊ അവന്റെ വാക്കുകൾ വേറൊരു വയറാണ്. അപ്പൊ ഒരു വയർ നമ്മളുണ്ട്, കയ്യ്. വേറൊന്ന് പറഞ്ഞു വാക്ക്. അപ്പം പാസ്റ്റർ ഇവിടെ ഒന്ന് പറയും സൗഖ്യമായി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഒരു ലൈൻ ഇട്ടു, ലൈൻ അങ്ങോട്ട് വന്നു. നമ്മൾ പിന്നെ എന്തോ ചെയ്യണം? അത് ഇങ്ങോട്ടേക്ക് പോരട്ടെ. You have to believe, you receive it. Amen. വിശ്വസിക്കുക, ലഭിച്ചു എന്ന്. ലൈൻ വന്നു, പവർ ഉണ്ട്, ലൈൻ വന്നു. ഇനിയിപ്പോ എന്താ വേണം? കത്തിച്ചാ മതി. You just say, I believe, I receive. ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലഭിച്ചു എങ്കിൽ ഞാൻ പിന്നെ അതിനു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. സ്തോത്രം മാത്രമേ ചെയ്യത്തുള്ളൂ. നന്ദി മാത്രമേ പറയത്തുള്ളൂ. Amen. വേറൊരു രീതിയാണ് ഇന്ന് കാണിച്ച ഹാങ്കർചീഫ്, തുവാല, അല്ലേ? ഹാങ്കർചീഫ്സ്. ഇതിൽ കൈവച്ച് പത്രോസിന്റെ ദേഹത്തുനിന്ന് എടുത്ത തുവാലകളും ഹാങ്കർചീഫ്സും ഏപ്രിൻസും രോഗികളെടുത്ത് കൊണ്ടുപോയപ്പോൾ അവർ സൗഖ്യപ്പെട്ടു. അപ്പൊ വേറൊരു ലൈനാണത്. ആമേൻ. ഹല്ലേലൂയ. വേറൊന്നാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ ജീവിക്ക്, യേശുവിന്റെ നാമത്തിൽ മരിക്ക്. ക്യാൻസർ ഡൈ. നമ്മള് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക പവർ. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രാർത്ഥന. നിങ്ങൾ എന്ത് whatever you have, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുക. എന്നാൽ നിങ്ങൾക്കതുണ്ടാകും, ഇല്ലേ? അപ്പൊ നോക്കിക്കേ, ആരുമില്ല, അയ്യോ ബ്രദർ ഇല്ല, സിസ്റ്റർ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എന്തോ ചെയ്യും? ദൈവത്തെ ഒന്ന് ആരാധിക്ക്, ദൈവവചനം വായിക്ക്, നിന്റെ വായിൽ നിന്ന് തന്നെ അങ്ങോട്ട് വായിക്ക്. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ വാക്കുകൾ അങ്ങോട്ട് വായിക്ക്. നിന്റെ വായിൽ നിന്ന് വരുമ്പോൾ അതെന്തുണ്ടാവും? ജീവനും സൗഖ്യവും ശക്തിയുമാണ്. അതിനുശേഷം പറയണം, ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, ഞാൻ നിന്റെ മുന്നിൽ വന്നു, ഈ സ്ഥലത്ത് നീ എനിക്ക് വേണ്ടിയുള്ള സൗഖ്യം നീ ഒരുക്കി, അത് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഞാൻ അത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇതാ എന്റെ ലിവറിലേക്ക് സ്വീകരിക്കുന്നു. വേറൊരു ലൈൻ, have a great praise God. Amen. Methods. കൈവെപ്പ്, വാക്ക്, തുവാല, handkerchiefs. Amen. യേശുവിന്റെ നാമം, വിശ്വാസത്തിന്റെ പ്രാർത്ഥന. പിന്നെ നമ്മൾ നമ്മുടെ മലയോട് സംസാരിക്കുന്നു. നിന്നെ മുന്നിൽ വരുന്ന പ്രശ്നത്തിനെ
നീ സംസാരിക്കുക. മാറിപ്പോ, മാറിപ്പോ. യേശു ആ അത്തിമരത്തിനോട് പറഞ്ഞു, ഇനി ആരും നിന്നിൽ നിന്ന് ഫലം you won't eat the fruit after. No one eat fruit from you hereafter. ഇനി മുതൽ നിന്നിൽ നിന്ന് ആരും ഫലം കഴിക്കത്തില്ല. അതൊരു മാൽ ഫങ്ഷനിങ് ട്രീയാ. പക്ഷെ യേശു പറഞ്ഞപ്പോ ഒന്നും സംഭവിച്ചില്ല. പക്ഷെങ്കിൽ സംഭവിച്ചു അവൻ പറഞ്ഞപ്പോ തന്നെ. എവിടെയാ? കാണാത്ത ഇടത്ത്. അതെന്നിട്ട് മേളിലോട്ട് വന്നു. അപ്പൊ ശക്തി യേശുവിൽ നിന്നും ആ മരത്തിലേക്കും ആ മരത്തിന്റെ ഫ്യൂച്ചറിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്തത് എങ്ങനെയാ? വാക്കുകളാൽ, മലയോട് സംസാരിച്ചപ്പോൾ. ആമേൻ. സോ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കുറച്ച് മിസൈൽസും ബുള്ളറ്റ്സും റോക്കറ്റ് ലോഞ്ചേഴ്സും ഒക്കെ തന്നിട്ടുണ്ട്. എടുത്ത് ഉപയോഗിക്കുക. ആമേൻ. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ കരം ഉയർത്തുക. നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവമേ, നിന്റെ ഇവിടെയുള്ള ഈ ശക്തിയിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തിലേക്ക് സൗഖ്യത്തിന്റെ ആ ശക്തി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഒഴുകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒഴുകുന്നു, എന്നിലേക്ക് ഒഴുകുന്നു. നിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നു. സൗഖ്യം, ജീവൻ അത് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എനിക്കത് ലഭിച്ചു എന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലഭിച്ചുവെങ്കിൽ ബാക്കി ഒന്നുമില്ല പറയാൻ അവനോട്. സ്തോത്രം മാത്രമേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. സ്തോത്രം മാത്രമേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. കേട്ട സത്യങ്ങൾക്കായി സ്തോത്രം. എല്ലാ മഹത്വവും ആദരവും നിനക്ക് മാത്രം. ആമേൻ. ഹല്ലേലൂയ. കേട്ട വചനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ലൂക്കോസ് 17-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കുഷ്ഠരോഗികൾ 10 പേര് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. 10 എന്ന് കാണിക്കുന്നത് ഫലകരമായിരിക്കുന്നൊരവസ്ഥയാണ്. 10 പേരിൽ 9 പേര് പിന്നെ നന്ദി പറയാൻ വന്നില്ല. ഒരാൾ നന്ദി പറയാൻ വന്നായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഈ വചന ശുശ്രൂഷയ്ക്കകത്തിരുന്നുകൊണ്ട് നന്ദി പറയുന്ന ചിലരെ നോക്കിയ. നന്ദി പറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നന്ദി പറഞ്ഞാൽ നീ സൗഖ്യമാകിയല്ല, നിന്റെ അറ്റുപോയതിനെ റെസ്റ്റോർഡാണ്. കുഷ്ഠരോഗമില്ലെന്ന് പുരോഹിതൻ പറയുമായിരിക്കാം, പക്ഷെ കുഷ്ഠരോഗത്താൽ അറ്റുപോയ വിരലുകളെ പുനഃസ്ഥാപിക്കുന്ന നന്ദി ഇന്ന് രാവിലെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നാട്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിനക്ക് നഷ്ടമായി പോയത് മടങ്ങി വരുവാൻ, നഷ്ടമായെന്ന് പറഞ്ഞത് മടങ്ങി വരുവാൻ ഇവിടെ യേശു പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, ഹി മേഡ് ഹിം ഹല്ലേലൂയ ഹോൾ, നിന്നെ പൂർണ്ണനാക്കി. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നുണ്ട്. പറയാം ഹല്ലേലൂയ. എനിക്കൊരു കൊച്ചു സൗഖ്യമല്ല, അതിൻ്റെ അപ്പുറത്തായി നഷ്ടമായി പോയതെല്ലാം മടങ്ങി വരിക. യേശുവിന്റെ നാമത്തിൽ നഷ്ടമായി പോയ നിന്റെ വസന്തങ്ങൾ മടങ്ങി വരട്ടെ. നഷ്ടമായി പോയ നിന്റെ യൗവനത്വം മടങ്ങി വരട്ടെ. നഷ്ടമായി പോയ നിന്റെ സാമ്പത്തികം മടങ്ങി വരട്ടെ. നഷ്ടമായി പോയ നിന്റെ ആരോഗ്യം മടങ്ങി വരട്ടെ. നഷ്ടമായി പോയ നിന്റെ സൗഭാഗ്യങ്ങൾ മടങ്ങി വരട്ടെ. നഷ്ടമായി പോയ നിന്റെ കച്ചവടങ്ങൾ മടങ്ങി വരട്ടെ. നഷ്ടമായി പോയ നിന്റെ വിദ്യാഭ്യാസം മടങ്ങി വരട്ടെ. നഷ്ടമായി പോയ കുടുംബ ജീവിതത്തിന്റെ സ്വസ്ഥത മടങ്ങി വരട്ടെ.
നഷ്ടമായി എന്ന് നീ എന്തെല്ലാം നോക്കി പറയുന്നു, ഇന്ന് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നീ നന്ദി പറഞ്ഞാൽ ആമേൻ, അതിനെയെല്ലാം മടക്കി തരുവാൻ കഴിയുന്നവൻ ഇതിനകത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന്റെ പേരാണ് മഹൽ സ്നേഹം. തിരിച്ചറിവെന്ന് പറയുന്നത് സ്നേഹത്തിലേക്ക് ആരെങ്കിലും നോക്കിയാൽ തിരിച്ചറിവാ. മെജോറിറ്റിക്ക് കാണത്തില്ല. ഒന്ന് അവിടെ നിന്ന് വിശ്വസിച്ചേ, എല്ലാവർക്കും കാണണമെന്നില്ല, പക്ഷെ നിനക്കൊണ്ട് നീ യു ആർ സ്പെഷ്യൽ. എടാ 10 പേരുടെ കൂട്ടത്തിൽ 9 പേർക്കും ഇല്ലാത്തത് നിനക്കൊണ്ടെന്ന്. And you are carrying something which is precious for him. അതിന്റെ പേരാ നന്ദി. ആർക്കും പറയാൻ കഴിയാത്തത് നിന്റെ അകത്ത് വെച്ചിരിക്കുക. ഓ നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പറഞ്ഞേ, നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പറയാമോ? എണ്ണമില്ലാതെ